ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ഹെയർ ഭയങ്കര പരിപരത്തെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഹെയർ ആണെങ്കിൽ അത് നല്ല സോഫ്റ്റും സിൽക്കിയും സ്മൂത്തൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കൊരു 2 തുള്ളി ഈ ഒരു ഹെയർ ഓയിൽ മതി. ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അതൊക്കെ നമ്മൾ എന്തെങ്കിലും പനിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ കുളിക്കൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ജട കെട്ടാനും മുടി ഒരുപാട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് 2 തുള്ളി എടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് ഒതുങ്ങിയിരിക്കാനാണെങ്കിലും മുടിക്ക് നല്ല സ്മെല്ലായിട്ടൊക്കെ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതൊരു ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയർ ഒരുപാട് ഡാമേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് റിപ്പയർ ചെയ്ത് നമ്മുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റും സ്മൂത്തൊക്കെ ആയിട്ട് നന്നായിട്ട് മുടി വളരാനൊക്കെ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മോക്ക് ഇങ്ങനെ ഇതുപോലെ പനിയൊക്കെ വന്ന സമയത്ത് അവർക്ക് ഇത്തിരി മുടി വളർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുടി നമ്മൾ കുഞ്ഞുങ്ങളുടെ മുടിയല്ലേ, അപ്പോൾ നമ്മൾ കുളിക്കാണ്ട് തലയൊക്കെ കുളിപ്പിക്കാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേർത്ത് കഴിയുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഒരു ഇത്തിരി 2 തുള്ളി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പൊക്കെ മതി. അത് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി ജടയൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ജടയൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ടൊക്കെ പറ്റും. അതേപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല സിൽക്കി സോഫ്റ്റൊക്കെ ആയിട്ടൊക്കെ മുടി കിടക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വേറൊരു ഹെയർ ഓയിലും അല്ല, ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽമണ്ട് ഓയിലിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ തരുന്നത്. അപ്പോൾ നമുക്ക് വളരെ അഫോർഡബിളാണ്. നമുക്ക് 30 രൂപ അല്ലെങ്കിൽ 20 രൂപക്കൊക്കെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റും. 20 രൂപക്കൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബദാം ഓയിലാണെങ്കിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് ബദാം ഓയിൽ വാങ്ങണമെങ്കിൽ എത്ര രൂപയാവും? അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ബദാം തിന്നാൻ പോലും കിട്ടണില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അത് ഉണ്ടാക്കണ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ 20 രൂപക്കാണെങ്കിലും 30 രൂപക്കാണെങ്കിലും നമുക്ക് സാധാരണക്കാർക്കാണെങ്കിൽ പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ്, ഞാനിപ്പോൾ 2 ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ തീർന്നു. അപ്പോൾ വേറൊരു ബോട്ടിൽ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണത്തിന് 30 രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതിന് 20 രൂപയുള്ളൂ. അപ്പോൾ എന്തോരം ഉണ്ട് അത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഒരു ഹെയർ ഓയിലിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഹെയർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം വാങ്ങിച്ച ഹെയർ ഓയിൽ. അപ്പോൾ ഇത് വാസ്മോളിൻ്റെ ഹെയർ ഓയിലായിരുന്നു. ഇതിന് 30 രൂപയാണ്. അപ്പോൾ ഇതിൽ ഉള്ള കണ്ടൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലും അതേപോലെ വൈറ്റമിൻ ഇയും കൂടി മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് 30 രൂപയാണ് ഈ ഒരു ബോട്ടിൽ. നമുക്ക് 2 ഡ്രോപ്പ് മാത്രം മതി ഇതിന്. ശരിക്കും 2 ഡ്രോപ്പ് എടുക്കുക, അല്ലെങ്കിൽ 1 ഡ്രോപ്പ് ആയാലും മതി. ഞാൻ ചില സമയം 2 ഡ്രോപ്പ് എടുക്കും കേട്ടോ. അതിൻ്റെ മുടി ഒരുപാട് പരുവരുത്ത മുടിയാണ്, അതൊന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല. അങ്ങനത്തെ ഒരു മുടിയാണ്. ഷാമ്പൂ ഒക്കെ ഇട്ടതിനെ പറയണ്ട ഒരവസ്ഥ ഇത്. കാരണം 2 ഡ്രോപ്പൊക്കെ എടുക്കും. നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഇതാണ് 30 രൂപയുടെ ബോട്ടിൽ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്, കുറേ ആയി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനും ഉപയോഗിക്കും, മോക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ആയി കഴിയില്ല, നമ്മൾ ഒരുപാട് ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ ആണ് ഞാനിത് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ എക്സ്പയർ എന്ന് പറഞ്ഞാൽ 2017 തൊട്ട് 2019 വരെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഡിസംബർ വരെ, അത് അടുത്ത മാസം വരെ യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ തീർന്നത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഈ അറ്റത്ത് ഒരു തുള്ളി ഈ ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇത് കാലിയാക്കും. പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിച്ചേക്കണത്, പിന്നെ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയണ്ടേ, ഇത് വാസ്മോൾ എന്നുള്ള ഒരു കമ്പനിയാണ്. വാസ്മോളിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചേക്കണത് ഇത് 20 രൂപയാണ്. 20 രൂപയുള്ളൂ. ഇത് ഡാബറിൻ്റെ ആണ്. ഡാബർ എന്നുള്ളൊരു കമ്പനിയുടെയാണ് ഈ ഒരു ആൽമണ്ട് ഓയിലിന് 20 രൂപയുള്ള കേട്ടോ. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ളത് ആൽമണ്ട് ഓയിലും സോയ പ്രോട്ടീനും വൈറ്റമിൻ ഇയും ആണ്. അപ്പോൾ ഈ 3 കണ്ടൻറ്റുമാണ് ഇതിലടങ്ങിയത്. ഇതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല സ്മെല്ലാണ്, അതേപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആണ്. അതേപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഹെയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ഹെയർ ഡാമേജ് ആണെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റ് സ്മൂത്തൊക്കെ ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ പുതിയത് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ സ്മെല്ല് ഏകദേശം ഒന്ന് തന്നെയാണ്. കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു ആൽമണ്ട് ഓയിലിൻ്റെ സ്മെല്ല് എടുത്തറിയും. അതല്ലാണ്ട് വേറൊരു നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് 20 രൂപക്കൊക്കെ ഇത് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തോരം പൈസയാകും. ഒരു ആൽമണ്ട് ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ തന്നെ പൈസ വേറെ ആകും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, എത്ര ഒരു സാധാരണക്കാർക്കാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും ഇത്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആൽമണ്ട് ഓയിൽ. നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഹെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, അതിപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്തതെങ്കിൽ ഹെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനൊരു 2 തുള്ളി എടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മോക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഞാൻ തലയോട്ടിയിലൊന്നും കേട്ടോ, മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ നമുക്കിത് 2 തുള്ളി മതി. ഇത് നമ്മൾ തലയോട്ടിയിൽ മൊത്തം അപ്ലൈ ആണെങ്കിൽ ഈ ഒരു ബോട്ടിൽ ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് ജസ്റ്റ് 2 തുള്ളി എടുത്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു മുടി നന്നായിട്ട് ഒതുങ്ങി കിടക്കാനായിട്ടാണെങ്കിൽ നല്ലൊരു സ്മെല്ലോട് കൂടി കിടക്കാനൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിയ കുപ്പിക്ക് 30ഉം ഇത് സെയിം വാങ്ങണം, ഇത്തിരി ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് 20 രൂപയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, ഒരു പരുപരുത്ത മുടിയാണ്, ഒട്ടും ഒതുങ്ങിയൊന്നും കിടക്കില്ല. കണ്ടോ, ഈ ഒരു പരുവത്തിലുള്ള മുടിയാണ് എൻ്റെ. അപ്പോൾ ഞാനിതിൽ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവമുണ്ട്. അതിങ്ങനെ എന്താ ഇങ്ങനെ തുറന്നെടുക്കും, എന്താ ഈ ഒരു പരുവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇത്തിരി ഇങ്ങനെ എടുക്കാം. തീർന്നു വന്നില്ല. അപ്പോൾ ഞാനൊരു 2-3 തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് നമ്മുടെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയുടെ തുമ്പിലൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. കണ്ടോ, 2 തുള്ളി എടുത്തുള്ളു. ഇപ്പം തന്നെ മുടി ഇരിക്കുന്നതുണ്ടോ, നന്നായിട്ട്. ഇപ്പോൾ ഇവരെ കിടന്നാൽ അവിടെ അങ്ങനെ തന്നെ കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. കണ്ടോ, മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് മുടി ജട പിടിക്കുന്ന ആൾക്കാരാണ്, അത് നമ്മൾ അഴിച്ചിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും മുടി ജട പിടിക്കുമ്പോൾ ചീപ്പ് ഉപയോഗിച്ച് വലിച്ച് ഇങ്ങനെ കളയാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചീപ്പ് ഉപയോഗിച്ചൊന്ന് ഇരി കൊടുത്താൽ മതി. ജടയൊക്കെ പെട്ടെന്ന് തന്നെ പോകും. ഞാൻ മോക്ക് ചെയ്യണ ഒരു ടെക്നിക്കാണിത്. കാരണം മോടെ മുടിയിൽ നമുക്ക് ചീപ്പൊക്കെ ഉപയോഗിച്ച് ഒരുപാട് വലിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടൊന്നും മുടി ചടയൊന്നും കളയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇതേപോലെ മുടി തല കുളിക്കാത്ത സമയത്ത് കേട്ടോ, അപ്പോൾ പനിയൊക്കെ വരുമ്പോഴാണ് തല കുളിപ്പിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതേപോലെ ഹെയർ ഓയിൽ ആദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും മുടിയിലൊക്കെ. അപ്പോൾ ജടയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും കൂടുതൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇതേപോലെ 1 തുള്ളി വല്ല 2 തുള്ളി മാത്രം മതി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചീരിയാണെങ്കിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റാൻ പറ്റും. മുടി നന്നായിട്ട് നല്ല സിൽക്കി സോഫ്റ്റായിട്ട് നല്ല സ്മെല്ലോട് കൂടിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ടിപ്പ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ആൽമണ്ട് ഓയിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുക, യൂസ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.